നവകേരള സദസ്സിന് പിണറായിയുടെ പോസ്റ്ററും ക്ഷണക്കത്തും പ്രിന്റ് ചെയ്തതിന് 7.47 കോടി രൂപ അനുവദിച്ചു. വയനാട് ദുരന്തത്തിനിടയിലും നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ തലോടലെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. പോസ്റ്റർ അടിച്ചതും 9.16 കോടി രൂപയ്ക്കാണ്. ഈ മാസം 2-നാണ് PRDയിൽ നിന്നും തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. 9.16 കോടി രൂപയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്ററും ക്ഷണക്കത്തും പ്രിന്റ് ചെയ്തത്. ഇതിൽ 1.68 കോടി 2024 മെയ് 4-ന് സിയാപ്റ്റിന് അനുവദിച്ചിരുന്നു. ബാലൻസ് തുക ഉടനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിയാപ്റ്റ് സർക്കാരിന് ഒരു കത്തും നൽകിയിരുന്നു. വയനാട് ദുരന്തത്തിന്റെ തിരക്കിനിടയിലും സിയാപ്റ്റിന് ഉടൻ പണം നൽകാൻ മുഖ്യമന്ത്രി PRD ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. തുടർന്ന് ഈ മാസം 2-ന് ബാലൻസ് തുകയായ 7.47 കോടി രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി ജനങ്ങളെ കാണുന്ന വിപുലമായ പരിപാടി എന്ന പേരിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരുന്നത്. 2023 നവംബർ 18 തുടങ്ങിയ പരിപാടി 36 ദിവസമാണ് നീണ്ടുനിന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി പുതിയ ബസ് തന്നെ വാങ്ങി. 1.5 കോടി രൂപയായിരുന്നു ബസ്സിനും അഡീഷണൽ ഫിറ്റിംഗ്സിനും ചെലവായത്. പരിപാടിയിൽ വഴിയോരങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ സഖാക്കൾ ഓടിച്ചിട്ട് തല്ലിയതോടെ നവകേരള സദസ്സ് വലിയ പ്രതിസന്ധിയും അതുപോലെ തന്നെ വലിയ അടിയുമായി ഒക്കെ മാറി. സഖാക്കളുടെ അടിക്ക് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേര് നൽകി വിളിച്ചതും മുഖ്യമന്ത്രി നവകേരള സദസ്സിനിടെയാണ്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഹരമുണ്ടായി. ആലപ്പുഴ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. ബസ്സിന് കയറാൻ 10ഓളം സ്കൂളിന്റെ മതിലുകൾ പൊളിച്ചു. ബസിന്റെ പുറകെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനവും അകമ്പടിയായതോടെ ഇന്ധനത്തിന് മാത്രമായി ഖജനാവിൽ നിന്നും ചെലവായതും കോടികളാണ്. നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 35 ലക്ഷം രൂപയോളം യാത്രാപ്പടിയും എഴുതിയെടുത്തിരുന്നു. നവകേരള സദസ്സ് കണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം നന്നായി അതിനുള്ള തിരിച്ചടിയും നൽകി. ആലത്തൂരിൽ മാത്രം CPM ജയിക്കുകയും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഗംഭീരമായി തോൽക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വോട്ടിനാണ് ഓരോ സീറ്റിലും പരാജയപ്പെട്ടത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് CPMന്റെ അടിത്തറയിളക്കിയ പരാജയം തന്നെയാണ് സംഭവിച്ചത്. CPMന്റെ ജില്ലാ പ്രസിഡന്റ് വരെ അവിടെ തോൽക്കുകയും ചെയ്തു. പരാജയം വിലയിരുത്തിയ CPM തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി നവകേരള സദസ്സിനെ വിലയിരുത്തിയിരുന്നു. എന്നാൽ നവകേരള സദസ്സിനെ തള്ളിപ്പറയാതെ പിണറായി മാത്രം രംഗത്ത് വരികയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിന് കൊടുക്കാനുള്ള പണമാണെങ്കിൽ ഉടൻ ഉത്തരവിറക്കാനാണ് മുഖ്യമന്ത്രിയുടെ കൽപ്പന. അതുകൊണ്ട് തന്നെയാണ് വയനാട് ദുരന്തത്തിന്റെ ഈ സമയത്തും സിയാപ്റ്റിന് 8 കോടിയോളം കിട്ടിയത്. ഏതായാലും നവകേരള സദസ്സ് തന്റെ മികവ് കാണിക്കാനുള്ള ഒരു മാർഗമായി മാത്രമാണ് പിണറായി വിജയൻ ഉപയോഗിച്ചത്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് കാണിക്കാനുള്ള അവസരം കൂടിയായിരുന്നു പിണറായി വിജയന് അതിലൂടെ ഉണ്ടായത്. പിണറായി വിജയന്റെ പോസ്റ്റർ സ്വന്തം പോസ്റ്റർ അടിച്ചതുകൊണ്ടാവാം അദ്ദേഹത്തിന് തന്നെ ഏതോ വലിയ നേതാവായി തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ കുറെ പോസ്റ്റർ അടിച്ച് വെക്കണമെന്ന് തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിന് കോടികൾ ചെലവാക്കേണ്ടി വന്നു. പണമെല്ലാം പോയതും കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണെന്ന് മാത്രം.